ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിട്ട് എന്താണ് മിണ്ടാത്തത്? ഒരുപാട് നമ്മുടെ പ്രേക്ഷകർ വിളിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് സങ്കടമാണ്. ധർമ്മേന്ദ്ര പ്രധാൻ അങ്ങ് രാജിവെച്ചു. വല്ലാതെ നരേന്ദ്രമോദി സർക്കാർ പരാജയപ്പെട്ടു പോയി. അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ നയിക്കുന്ന സർക്കാർ സമരക്കാർക്ക് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു. എന്നിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സമരത്തിനെതിരെ അതിശക്തമായി വാദിച്ച നിങ്ങൾ എന്താണ് മിണ്ടാതെ ഇരിക്കുന്നത്? ഞാനൊരു യാത്രയിലായിരുന്നു, ഇന്നലെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇന്നലെ വർത്തമാനം പറയാതിരുന്നത്. നമ്മുടെ ചാനലിൽ അത് സംബന്ധിച്ചുള്ള പല പ്രതികരണങ്ങളും വന്നു. പക്ഷേ എന്നെ വിളിച്ച ആളുകൾ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, നമ്മളോട് രാഷ്ട്രീയമായ ശത്രുതയുള്ളവരുണ്ട്. അവർ ചോദിക്കുന്നു, എന്തുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു? തോറ്റുപോയില്ലേ നിങ്ങൾ? മോദി സർക്കാരിൻ്റെ പരാജയം ആരംഭിച്ചിരിക്കുന്നു. കർഷക സമരം വന്നപ്പോൾ കർഷക ബില്ല് പിൻവലിച്ചു. ഇപ്പോൾ ദാ കുറേ അക്രമികൾ വിദ്യാർത്ഥികളുടെ പരിവേഷമണിഞ്ഞ് നടത്തിയ സമരത്തിന് മുന്നിലും ദയനീയമായി മോദി സർക്കാർ തോറ്റുപോയിരിക്കുന്നു. അടിച്ചൊതുക്കണമായിരുന്നു, തുടച്ചു നീക്കണമായിരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, ധർമ്മേന്ദ്ര പ്രധാൻ കഴിഞ്ഞ 20-ാം തീയതി രാജിവെക്കാൻ തയ്യാറായിരുന്നു. 20-ാം തീയതി തന്നെ രാജിവെക്കാൻ തയ്യാറായിരുന്ന ധർമ്മേന്ദ്ര പ്രധാൻ 25-ാം തീയതി രാജിവെച്ചു. 20-നും 25-നും ഇടയ്ക്ക് എന്താണ് സംഭവിച്ചത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി ഇതിൽ നിന്ന് പിന്മാറി? ഇതിന് വളരെ കൃത്യമായ ഉത്തരം വേണം. നമ്മുടെ അന്തംഗമ്മി സഖാക്കൾ പറയുന്ന പോലെ ക്യാപ്സൂളുകളല്ല വേണ്ടത്. നോക്കൂ, പാർലമെൻറ്റ് സമ്മേളനം നടക്കുകയാണ്. 20-ാം തീയതി സമ്മേളനം ആരംഭിച്ചു. 20-ാം തീയതിയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സമരത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ വലിയൊരു ഷോ നടത്തിയത്. അന്ന് പ്രധാൻ പറഞ്ഞു, ഞാൻ രാജിവെക്കാൻ തയ്യാറാണ്. രണ്ടാമത്തെ തവണയാണ് അദ്ദേഹം പ്രധാനമന്ത്രിയോട് പറയുന്നത്, വെയിറ്റ്, നിൽക്കൂ, പറയാം എന്ന തരത്തിലുള്ള മറുപടികളാണ് BJP നേതൃത്വത്തിൻ്റെയും പ്രധാനമന്ത്രിയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നാണ് വിവരം. ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള ചില വാർത്തകൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ധർമ്മേന്ദ്ര പ്രധാനെ സംബന്ധിച്ച് അധികാരത്തിൽ കടിച്ചു തൂങ്ങണമെന്നുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, BJPയുടെ പുനഃസംഘടന, പുതിയ അധ്യക്ഷൻ വന്നതിന് ശേഷമുള്ള പുനഃസംഘടനകൾ നടക്കുന്നതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ടേമിലും ഈ ടേമിലും മന്ത്രിയായിരുന്ന പ്രധാനെ സംഘടനാ ചുമതലകളിലേക്ക് മാറ്റണമെന്നുള്ളൊരു തീരുമാനവും ഉണ്ടായിരുന്നു. എന്നാൽ ഈ സമരത്തിൻ്റെ പേരിൽ പ്രധാൻ അങ്ങനെ രാജിവെക്കണ്ട എന്ന അഭിപ്രായമുള്ളവർ കേന്ദ്ര സർക്കാരിലും BJP നേതൃത്വത്തിലും ഉണ്ടായിരുന്നു. വസ്തുതയാണ്. പിന്നെ ചോദ്യം വളരെ പ്രസക്തമാണ്. സർക്കാർ തോറ്റില്ലേ, ക്ഷീണമുണ്ടായിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ക്ഷീണമുണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ തന്നെയാണ് എനിക്കും താല്പര്യം. പക്ഷേ ആ ക്ഷീണം ഒരു തിരിച്ചടിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഞാൻ പറയും. എന്തുകൊണ്ട് വളരെ പെട്ടെന്ന് ഈ സമരം അവസാനിപ്പിക്കണം, വേണമെങ്കിൽ മന്ത്രിയെ മാറ്റാം എന്നുള്ള തീരുമാനത്തിലേക്ക് ഇന്നലെ ജൂലൈ 25-ാം തീയതി എത്തി എന്നതിനാണ് ഉത്തരം വേണ്ടത്. പാർലമെൻറ്റ് സമ്മേളനം നടക്കുകയാണ്. പാർലമെൻറ്റ് സമ്മേളനം 20-ന് ആരംഭിച്ചതിന് ശേഷം ഇന്നുവരെ പ്രവർത്തനം സുഗമമായി നടന്നില്ല. പാർലമെൻറ്റ് സമ്മേളനത്തിന് സവിശേഷമായ ഒരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. തൃണമൂൽ കോൺഗ്രസിൻ്റെ എംപിമാർ, NCPയുടെ എംപിമാർ, ഉദ്ധവ് വിഭാഗത്തിൻ്റെ എംപിമാർ, അതോടൊപ്പം തന്നെ DMKയുടെ എംപിമാർ അടക്കമുള്ളവർ ക്രിയാത്മകമായ പിന്തുണ DMKയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് വന്നിരിക്കുന്നു കേന്ദ്ര സർക്കാരിന്. കേന്ദ്ര സർക്കാർ വളരെ തന്ത്രപ്രധാനപരമായ ചില ബില്ലുകൾ കൊണ്ടുവരാൻ പോകുന്നു. ഒന്ന്, വളരെ ചർച്ച ചെയ്യപ്പെട്ട കേരളത്തിലെ, ഇന്ത്യയിലെ ക്രൈസ്തവ സഭകൾക്ക് വലിയ എതിർപ്പുള്ള FCRA ഭേദഗതി നിയമം. വന്ദേ മാതരത്തെ അനാദരിച്ചാൽ തടവ് ശിക്ഷ കിട്ടുന്ന ബില്ല്, അത് മുസ്ലിങ്ങൾക്ക് വലിയ എതിർപ്പാണ്. പിന്നെയുള്ളത് ഡീലിമിറ്റേഷൻ ബില്ല്. സെൻസസ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുന്നു രാജ്യത്ത്. അതിൻ്റെ ഭാഗമായി മണ്ഡല പുനർനിർണയം നിയമാനുസൃതമാണ്, വെറും നിയമാനുസൃതമല്ല, ഭരണഘടനാപരമാണ്. പുതിയ സെൻസസ് വരുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ പാർലമെൻറ്റിലെ പാർലമെൻറ്റ് മണ്ഡലങ്ങളുടെ പുനർനിർണയം നടത്തിയിരിക്കണം. അത് കഴിഞ്ഞ സഭയിൽ വോട്ടിനിട്ട് പരാജയപ്പെട്ടതാണ്. ആ ബില്ല് വീണ്ടും അവതരിപ്പിക്കുന്നു. അത് പാസ്സാകും എന്ന് കേന്ദ്ര സർക്കാരിന് ഇക്കുറി ഉറപ്പുണ്ട്. അതിനുള്ള സംഖ്യ കൂട്ടിവെച്ചിട്ടുണ്ട്.
UCC പോലും ഈ ബില്ലിൽ ഒരുപക്ഷെ വന്നാൽ അത്ഭുതമില്ല എന്ന് പറയുന്നു. അപ്പോൾ വളരെ നിർണായകമായ ഭേദഗതികളിൽ വരുന്ന രാഷ്ട്രീയമായി BJP സർക്കാരിന്, മോദി സർക്കാരിന് വലിയ മേൽക്കൈ കിട്ടുന്ന ഒരു സമ്മേളനമാണ് ഇത്തവണത്തെ പാർലമെൻറ്റ് സമ്മേളനം. അത് നടക്കരുത് എന്ന് FCR ബാധിക്കുന്ന ക്രൈസ്തവ സഭകളും വന്ദേമാതരത്തിൻ്റെ പേരിൽ വിശ്വാസം ഹനിക്കപ്പെടും എന്ന് കരുതുന്ന ഇസ്ലാമിസ്റ്റുകളും ഒക്കെ വല്ലാതെ വിഷമിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് ഈ സമരം ആളിക്കത്തിക്കേണ്ടത് ആവശ്യമായിരുന്നു. പക്ഷേ സർക്കാരിന് നിലവിലുള്ള രാഷ്ട്രീയ ബലത്തിൽ ഏതെങ്കിലും കാരണവശാൽ ഒരു പുനരാലോചനയോ ഒക്കെ DMK ഉൾപ്പെടെയുള്ള സപ്പോർട്ട് ചെയ്യാമെന്ന കക്ഷികളിൽ നിന്നുണ്ടാവുന്നത് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് അവർ ഇപ്പോൾ വാഗ്ദാനം ചെയ്തിരിക്കുന്ന പിന്തുണ വോട്ടാക്കി പാർലമെൻറ്റിൽ മാറ്റണം. അതിന് ഭംഗം വരുന്ന ഒന്നും സംഭവിക്കാൻ പാടില്ല. അപ്പോഴാണ് സമരം ചെയ്യുന്നവരിൽ നാമമാത്രമായിട്ടാണ് വിദ്യാർത്ഥികൾ ഉള്ളതെങ്കിലും അവർക്ക് നേരെ ഒരു ബലപ്രയോഗമുണ്ടായാൽ എന്തെങ്കിലും സാഹചര്യത്തിൽ ഒരു വിദ്യാർത്ഥിയെങ്കിലും, വിദ്യാർത്ഥികളുടെ എണ്ണം തുലം കുറവാണെങ്കിൽ പോലും ഒരു വിദ്യാർത്ഥിയെങ്കിലും കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ ജനരോക്ഷമുണ്ടാകും. ഒരുപക്ഷെ DMK പോലെയുള്ള കക്ഷികൾ പുനരാലോചന നടത്തിയിട്ട് ഈ പിന്തുണ നൽകാം എന്നുള്ള തീരുമാനത്തിൽ നിന്ന് മാറേണ്ടുന്ന സാഹചര്യം ഉണ്ടാകാം. വലിയ നഷ്ടം BJPക്ക് കേന്ദ്ര സർക്കാരിനുണ്ടാവും. അപ്പോൾ പാർലമെൻറ്റ് സെഷൻ സുഗമമായി നടക്കണം. മാത്രമല്ല ഡൽഹി യൂണിവേഴ്സിറ്റി 28-ാം തീയതി തുറക്കാൻ പോവുകയാണ്, അവധി കഴിഞ്ഞിട്ട്. ഏതാണ്ട് 3 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ, ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ദില്ലിയിലേക്ക് എത്തും. അവർ സ്വാഭാവികമായും സമരത്തിന് വന്നില്ലെങ്കിൽ പോലും എന്താണ് ജന്തർ മന്ദറിൽ നടക്കുന്നത് എന്നറിയാൻ വേണ്ടി അവിടേക്ക് കാഴ്ചക്കാരായിട്ടാണെങ്കിലും വരും. സ്വാഭാവികമായും അനിയന്ത്രിതമായ ഒരു ക്രൗഡാണ് ഇനിയുള്ള ദിവസങ്ങളിൽ അവിടെ ഉണ്ടാകാൻ പോവുക. കാരണം എല്ലാ കോളേജുകളും തുറക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ഒരു വലിയ കാഷ്വാലിറ്റിയിലേക്ക് മാറും. സർക്കാരിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് സമരം അവസാനിപ്പിക്കാനുള്ള ഏറ്റവും അനുയോജ്യമായ തീരുമാനങ്ങളിലേക്ക് കേന്ദ്ര സർക്കാരിന് മാറണം. ഉത്തരവാദിത്ത ബോധമുള്ള ഒരു സർക്കാർ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെയേ ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് ന്യായീകരണ ക്യാപ്സൂളല്ല. പിന്നെ നോക്കൂ, ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം വരികയാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ ഇതുവരെ ഒരു തരത്തിലും ഭംഗം വരാതെ നടന്നിട്ടുണ്ട്. ദില്ലിയിൽ ഈ പറയുന്നത് പോലെ ആയിരക്കണക്കിന് ആളുകൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയ താല്പര്യങ്ങളോടെ ഗുണ്ടാ സംഘങ്ങളടക്കം, ബോലോ തക്ബീർ വിളിക്കുന്നവരടക്കം ദില്ലിയിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ പ്രൗഢി ചോർന്നു പോകുമാറ് ദില്ലി വല്ലാതെ ഒരു കൂട്ടക്കുഴപ്പത്തിൽപ്പെടും. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് വേണ്ടിയുള്ള സുരക്ഷാ ഒരുക്കങ്ങൾ സത്യത്തിൽ 1 മാസം മുമ്പ് ആരംഭിക്കുന്നതാണ്. അതിന് ഇത്രമാത്രം ക്രൗഡ് അവിടെയുള്ളതും ഒരു അജിറ്റേഷൻ ഉണ്ടാവുന്നതും തടസ്സമാവും. സുരക്ഷയുടെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് സമരം അവസാനിപ്പിച്ചേ പറ്റൂ. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായാൽ ലോകത്തിന് മുന്നിൽ ഭാരതത്തിൻ്റെ പ്രതിച്ഛായ വല്ലാതെ മോശമാകും. കാരണം പ്രായോഗികമായി ഉള്ള തീരുമാനങ്ങളാണ് സർക്കാർ എടുക്കേണ്ടത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സമരം അവസാനിപ്പിക്കേണ്ടതാണ്. അതിനുവേണ്ടി ഒരു കാലാളിനെ കൊടുക്കേണ്ടി വന്നാൽ റൂക്കിനെ രക്ഷിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ കിങ്ങിനെ രക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കിങ് എന്ന് ഞാൻ പറയുന്നത് പ്രധാനമന്ത്രിയെ ഉദ്ദേശിച്ചല്ല, ലക്ഷ്യത്തെ ഉദ്ദേശിച്ചാണ്. ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ചെറിയ ചില ത്യാഗങ്ങൾ, വിട്ടുവീഴ്ചകൾ അനിവാര്യമാണ്. ഇനി മാത്രമല്ല, ഈ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ മധ്യവർഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികൾ എന്നാണ് ഞാൻ പറഞ്ഞത്. വിദ്യാർത്ഥികളുടെ പേരിൽ അവിടെ കലാപത്തിന് വന്ന ഇസ്ലാമിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും മാവോയിസ്റ്റുകളെയും പിന്നെ കോൺഗ്രസിൻ്റെയും ആപ്പിൻ്റെയും SP-യുടെയൊക്കെ ഗുണ്ടകളെയും കുറിച്ചല്ല പറഞ്ഞത്. അവരൊക്കെ BJPയുടെ വോട്ട് ബാങ്കിൽ പെടുന്ന കുട്ടികളാണ്. അവർക്ക് തല്ല് കിട്ടിയാൽ അവരുടെ മാതാപിതാക്കൾക്ക് വേദനിക്കും. BJPക്കാരാണ്. മിഡിൽ ക്ലാസ്സിൻ്റെ ഏതാണ്ട് 90% പിന്തുണ ആർജിക്കുന്ന പാർട്ടി BJPയാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ഇമോഷണലായിട്ടുള്ളൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. 20 കുട്ടികൾ ആത്മഹത്യ ചെയ്തു. അല്ല, 20 പിള്ളേർ ഈ പരീക്ഷയുടെ പ്രശ്നം മൂലം ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ ഏതൊരു മാതാപിതാക്കളുടെ ഉള്ളിലും ഒരു നീറ്റൽ ഉണ്ടാവാം, സ്വാഭാവികമാണ്. അവിടെ ഈ പറഞ്ഞതുപോലെ ഈ നറേറ്റീവ് ബിൽഡിങ്ങിൻ്റെ കാര്യത്തിൽ അതെടുത്ത് പറയേണ്ടതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വാർത്താമാധ്യമങ്ങൾ, ദൂരദർശനോ അല്ലെങ്കിൽ PIBയോ ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലുകൾ എത്രത്തോളം ഫലപ്രദമായി എന്ന് എനിക്കറിയില്ല. പക്ഷേ BJPയുടെ ഒരു കാമ്പയിൻ പോരാതെ വന്നിരുന്നു. കാരണം BJP പ്രധാനമായും Xലും ഫേസ്ബുക്കിലുമൊക്കെ ഇടപെടുമ്പോൾ
ഈ ജെൻസി എന്ന് പറയുന്ന ചെറുപ്പക്കാരുടെ മാധ്യമം ഇൻസ്റ്റാഗ്രാമാണ്. ഇൻസ്റ്റാഗ്രാമിൽ ബി ജെ പിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ജെൻസി സ്വഭാവത്തിലുള്ള ബി ജെ പിയുടെ ഇടപെടലുകൾ ഇൻസ്റ്റയിൽ കുറവായിരുന്നു. പുതിയ തലമുറയുടെ അല്ലെങ്കിൽ ഒരു ജെൻസി പ്രായത്തിലുള്ള ചെറുപ്പക്കാരുടെ മാധ്യമമായ ഇൻസ്റ്റയിലുള്ള ബി ജെ പിയുടെ ഒരു പിന്നാക്കം പോവാൻ. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അർദ്ധരാത്രി തൻ്റെ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ജെൻസി തലമുറയിലെ കുട്ടികൾ ചെയ്യുന്നത് പോലെയുള്ള ആംഗിളിൽ ഒരു വീഡിയോ ഇൻസ്റ്റയിൽ ചെയ്തു. കാരണം ജെൻസി മുഴുവൻ ഇൻസ്റ്റയിൽ മുഴുവൻ കത്തിക്കൊണ്ടിരിക്കുന്നത് മോദി വിരുദ്ധതയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ ഇടയിലേക്കാണ് മോദിയുടെ മെസ്സേജ് ഇൻസ്റ്റയിൽ വരുന്നത്. ഞെട്ടിപ്പോയില്ലേ? ഞെട്ടിച്ചു കളഞ്ഞു. 303 മില്യൺ ആളുകളാണ് ഇൻസ്റ്റയിൽ മോദിയെ 24 മണിക്കൂറിനുള്ളിൽ കണ്ടത്. അപ്പോൾ എത്ര വലിയ പിന്തുണയാണ് ഇൻസ്റ്റ ഉപയോഗിക്കുന്ന യൂത്തിൻ്റെ മനസ്സിൽ നരേന്ദ്രമോദിക്കുള്ളത് എന്ന് ഒരു സർജിക്കൽ സ്ട്രൈക്കിലൂടെ മോദി തെളിയിച്ചു. അപ്പോൾ ചെറുപ്പക്കാർ ഇൻസ്റ്റ ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരാണെങ്കിൽ അവർക്കിടയിൽ 303 മില്യൺ, ഇപ്പോൾ അത് കൂടിയിട്ടുണ്ട് കേട്ടോ, ആളുകൾ തൻ്റെ കൂടെ ഉണ്ടെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു. അതൊരു വലിയ വിജയമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ നിൽക്കുന്ന ചില ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു ചുവട് പിന്നോട്ട് വെക്കൽ. കാരണം ധർമ്മേന്ദ്ര പ്രധാനെ നിശ്ചയമായും മാറ്റാൻ തീരുമാനിച്ചിരുന്നതാണ്, സംഘടനാ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിരുന്നതാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു എന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അവസാനിക്കുന്നൊന്നുമില്ല. സംഘടനയിൽ പ്രവർത്തിക്കും. ഇനി അടുത്ത മന്ത്രിസഭാ പുനഃസംഘടനയിൽ അദ്ദേഹത്തിന് പുതിയൊരു ബർത്ത് കൊടുത്താൽ, പുതിയൊരു പോർട്ട്ഫോളിയോ, ഒരു വകുപ്പ് കൊടുത്ത് അദ്ദേഹത്തെ മന്ത്രിയാക്കിയാൽ ഇവർക്ക് എന്ത് പറയാൻ പറ്റും? ആ പ്രശ്നം സോൾവായി. വിദ്യാഭ്യാസ രംഗത്തേക്ക് വേറെ മന്ത്രി വരുന്നു. ധർമ്മേന്ദ്ര പ്രധാനെ രാഷ്ട്രീയമായി ഫിനിഷ് ചെയ്യണം എന്ന് പറയാൻ ആർക്കും അവകാശമില്ല. കാരണം അത് ജനാധിപത്യപരമായ കാര്യമല്ല. ഇനി മാത്രമല്ല, വേറും സന്ദേശം കൂടിയുണ്ട്. ഇനി കുറേ കാലമായി നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മന്ത്രി രാജിവെക്കണം എന്ന് പറയുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നില്ല. പണ്ടുണ്ടായിരുന്നു. തീവണ്ടി അപകടം ഉണ്ടാകുന്നതിൻ്റെ പേരിൽ റെയിൽവേ മന്ത്രി രാജിവെക്കുമായിരുന്നു. ഇപ്പോൾ എന്താ? CPM-ൻ്റെ കാലത്ത് അല്ലെങ്കിൽ പല സംസ്ഥാന സർക്കാരുകളുടെയും കാലത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ മന്ത്രി രാജിവെക്കുന്ന പ്രവണത കണ്ടിട്ടില്ല. അത് വീണ്ടും തിരിച്ചു വരുന്നു. ഇത് നാളെ കേരളത്തിൽ, നാളെ കർണാടകയിൽ, അല്ലെങ്കിൽ ഹിമാചലിൽ, അല്ലെങ്കിൽ തെലങ്കാനയിൽ എവിടെയും ആപ്ലിക്കബിളാണ്. ഒരു പ്രശ്നം വന്നാൽ മന്ത്രി രാജിവെക്കണം. പുതിയൊരു കീഴ്വഴക്കം ഇവിടുത്തെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമരത്തിന് പിന്തുണ കൊടുത്തുകൊണ്ട് ഒരു സംഭവം ഉണ്ടായാൽ ധാർമ്മിക ഉത്തരവാദിത്തം എന്നുള്ള ഒരു കഷ്ടം തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ആ കഷ്ടം തിരിച്ചു വന്നത്, ആ കഷ്ടമായി മാറാൻ പോകുന്നത് പ്രതിപക്ഷത്തിനാണ്. പ്രതിപക്ഷം ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും, ഒരുപാട് സംസ്ഥാനമൊന്നുമില്ല നമുക്കറിയാം, ആ സംസ്ഥാനങ്ങളിലും ഇത് ആപ്ലിക്കബിളാണ്. ഇത് BJP നാളെ പറയും, നിങ്ങളത് ആവശ്യപ്പെട്ടില്ലേ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, മന്ത്രിക്ക് ധാർമ്മിക ഉത്തരവാദിത്വം കൊണ്ട് മാറി നിൽക്കാൻ പറ്റില്ല, അത് ഇവിടെ വേണം. പഞ്ചാബിൽ ഇപ്പോൾ സമരം തുടങ്ങി. പഞ്ചാബിലെ പരീക്ഷാ പേപ്പർ ചോർച്ചയുടെ പേരിൽ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇത് സംസാരിക്കുന്ന ഈ സമയത്ത് വിദ്യാർത്ഥികൾ സമരം ചെയ്യുകയാണ്. നമ്മുടെ മാധ്യമങ്ങൾ കാണിക്കില്ല. അപ്പം അത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതൊക്കെ പറയുമ്പോഴും ചിലപ്പോൾ വ്യാഖ്യാനിക്കപ്പെടും ഇതൊക്കെ ക്യാപ്സൂളാണെന്ന്. ഞാൻ ചില കാര്യങ്ങൾ തുറന്നു പറയാം. അതീത ഗുരുതരമായ വീഴ്ചകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. സർക്കാരിൻ്റെ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെയോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നല്ല, നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഭാഗത്തു നിന്ന്. ഒന്ന്, ഈ കലാപം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല. വേണമെങ്കിൽ ജൂൺ 6 വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോഴേ അഭിജിത്ത് ദീപ്കേനെ അറസ്റ്റ് ചെയ്തുകൂടായിരുന്നു. കാരണം അനുവാദമില്ലാതെ സുപ്രീം കോടതി നിശ്ചയിച്ച പോലെ ഒരാഴ്ച മുമ്പ് അപേക്ഷ കൊടുക്കാതെയാണ് അന്ന് ജന്തർ മന്ദറിലേക്ക് അയാൾ വന്നത്. സർക്കാർ തന്ത്രപരമായി അയാൾക്ക് ഒറ്റത്തവണത്തേക്ക് ഇളവ് കൊടുത്തു. ഇപ്പോൾ നടക്കുന്ന സമരവും സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം നിയമവിരുദ്ധമായി പന്തൽ കെട്ടിയുള്ള സമരമാണ്. അത് പൊളിച്ചു നീക്കാമായിരുന്നു. അന്ന് സമരപന്തൽ രാത്രിയിൽ പൊളിച്ചു നീക്കി സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തിട്ട് പൊളിച്ചു നീക്കിയപ്പോൾ മേൽക്കൂര മാത്രം മാറ്റി, ആ പ്ലാറ്റ്ഫോം അവിടെ ഉണ്ടായിരുന്നു. അത് പൊളിച്ചു നീക്കിയിട്ട് അവിടെ ബദൽ സംവിധാനങ്ങൾ, എന്തെങ്കിലും സുരക്ഷാ സംവിധാനങ്ങളോ എന്തെങ്കിലും ഒരുക്കാമായിരുന്നു. അത്തരം കാര്യങ്ങളിൽ വീഴ്ച വന്നു. ഈ സമരത്തിലേക്ക് പാർലമെൻറ്റ് തുടങ്ങുന്ന ദിവസമായതുകൊണ്ട് വലിയ തോതിലുള്ള
പുറത്തുനിന്നുള്ള ബാഹ്യ ശക്തികളുടെ ഇടപെടൽ ഉണ്ടാകുമെന്നത് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് രാഹുൽ ഗാന്ധിയുടെ സംഘത്തിൽ ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ ഒരു മാർച്ച് നടന്നപ്പോൾ പകച്ചുപോയി ദില്ലി പോലീസ്. സംശയമില്ലാത്ത കാര്യമാണ്. നമ്മുടെ നാട്ടിൽ മുൻകാലങ്ങളിൽ ഇത്തരം സമരങ്ങൾ നടന്നപ്പോൾ എന്താണ് ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ ദില്ലി കലാപം നമുക്കറിയാം. ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ളവർ ജയിലിലുണ്ട്. അവിടെ കുറേ പേര് ശിക്ഷിക്കപ്പെട്ടു. പക്ഷേ അതിനുശേഷം നടന്ന അഗ്നിവീർ സമരം ഉൾപ്പെടെയുള്ള നിരവധി വയലൻ്റ് ആയിട്ടുള്ള അക്രമാസക്തമായ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓർക്കുന്നില്ലേ? പ്രധാനമന്ത്രി പഞ്ചാബിൽ തടയപ്പെട്ടത് ഒരു പാലം ഇറങ്ങി വരുമ്പോൾ പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ നിന്ന് കഷ്ടിച്ച് 10 കിലോമീറ്ററിനുള്ളിൽ ഒരു ഓവർ ബ്രിഡ്ജിൽ വെച്ച് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം തടയപ്പെടുന്നു. സുപ്രീം കോടതി ഉടനെ സ്വമേധയാ കേസെടുത്ത് ഞങ്ങൾ അന്വേഷിക്കും എന്നൊക്കെ പറഞ്ഞു. ഒന്നും നടന്നില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ തെരുവിൽ തടഞ്ഞ് പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് കഷ്ടിച്ച് 10 കിലോമീറ്റർ മാത്രം ദൂരത്ത് അവരൊരു മിസൈൽ അയച്ചിരുന്നെങ്കിലോ എന്തു സംഭവിക്കായിരുന്നു? അങ്ങനെ ചെയ്ത ആളുകൾക്കൊക്കെ എതിരെ എന്ത് നടപടിയെടുത്തു? അഗ്നിവീർ എന്ന പേരിൽ ഈ ട്രെയിനിങ് സെൻറ്ററുകൾ ആസൂത്രണം ചെയ്ത ഒരു കലാപം, തീവണ്ടികൾ കത്തിച്ചു, അവരെയൊക്കെ പിടികൂടി എന്ത് ശിക്ഷ നടപ്പാക്കി? ശിക്ഷിച്ചിട്ടുണ്ടാവാം, പക്ഷെ അതൊന്നും മാധ്യമങ്ങളിൽ വലിയ വാർത്തയായില്ല. ഒരു ട്രെൻഡ് ഇങ്ങനെ വരുന്നുണ്ട്. ഇതൊക്കെ എന്തൊക്കെ ചെയ്താലും സർക്കാർ ഒന്നും ചെയ്യില്ല, ഒരു കേസെടുക്കും, തീർന്നു എന്നൊരു മനോഭാവം പൊതുവിൽ വരുന്നുണ്ട്. പ്രധാനമന്ത്രിയെ ചിത്ത പറയാം, വെടിവെച്ചു കൊല്ലാം എന്നൊക്കെ പറയുന്നു. പ്രധാനമന്ത്രിയുടെ പാർട്ടിക്കാർ ഉൾപ്പെടെയുള്ളവർ ഇത്തരം പ്രസ്താവന ഇറക്കുന്ന ആളുകളെ ഡീൽ ചെയ്യുന്നില്ല. ഞാൻ പറയുന്നത് പിടിച്ചു നിർത്തി ഇടിക്കണമെന്നല്ല, കേസ് കൊടുക്കത്തില്ല. എത്ര കേസ് കൊടുത്തിട്ടുണ്ട്? ഇപ്പോൾ കേരളത്തിൽ ഈ സമരവുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ, ഇപ്പോൾ യുവരാജ് ഗോകുൽ ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിയെ ആക്ഷേപിച്ചവർക്കെതിരെ കേസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഫോർമാറ്റൊക്കെ ഫേസ്ബുക്കിലൊക്കെ പരസ്യമായി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഫില്ല് ചെയ്ത് അടുത്ത പോലീസ് സ്റ്റേഷനിൽ കൊടുക്കൂ. പക്ഷെ പാർട്ടി എന്ന നിലയിൽ BJP എല്ലാ ബൂത്ത് കമ്മിറ്റികളും ഇവർക്കെതിരെ അടുത്ത പോലീസ് സ്റ്റേഷനുകളിൽ പരാതി കൊടുക്കുന്ന തരത്തിലേക്ക് മാറിയിരുന്നെങ്കിലോ? ഇന്ത്യയിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിയെ കൊല്ലണം എന്ന് പറയുന്ന, പ്രധാനമന്ത്രിക്കെതിരെ അതിനിന്ദ്യമായ ആക്രമണം നടത്തുന്ന ആളുകളുള്ളത്. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, VD സതീശൻ്റെ ഒരു ഫ്ലക്സ് SFIക്കാർ വന്ന് വലിച്ചു കീറുന്നു. പോലീസ് അവരെ അടിച്ചു കൊടുക്കുന്നു. അതേസമയം നരേന്ദ്രമോദിയുടെ ഫ്ലക്സ് ആണെങ്കിൽ പോലീസ് നോക്കി നിൽക്കും. ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുത്തതിന് BJPക്കാർക്ക് പങ്കുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ എന്തും പറയാം, എന്തും ചെയ്യാം, ആരും ചോദിക്കില്ല. അദ്ദേഹത്തിന് പേര് ഫാസിസ്റ്റ് എന്നുമാണ്. എങ്ങനെയുണ്ട്? പ്രധാനമന്ത്രി വളരെ മൃദുവായി ഇക്കാര്യങ്ങളെ കണക്കാക്കുന്നു, സമരക്കാരോടൊക്കെ അനുഭാവപൂർവ്വം നിലപാടെടുക്കുന്നു. നോക്കൂ, നമ്മൾ ഈ ഇറാനിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി 4-5 മാസം മുമ്പ് വലിയ സമരം നടന്നു. ഇറാനിലെ ഭരണകൂടം ആയിരക്കണക്കിന് ആളുകളെ കൊന്നു കുഴിച്ചും കൂടി, വാർത്തയാണ്. പക്ഷേ ആയിരക്കണക്കിന് ആളുകളെ കൊന്നു കുഴിച്ചുമൂടിയ ഇറാൻ ഭരണകൂടത്തിനാണ് ഇവിടെ പിന്തുണ. അവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്ത ആളുകളെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. ചൈനയിലെ ടിയാനൻമെൻ സ്ക്വയറിൽ സമരക്കാർക്ക് മേൽ ടാങ്ക് കയറ്റിക്കൊന്നു. ആ ചൈന സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ ഇവിടെയുണ്ട്. ദില്ലിയിൽ സമരം ചെയ്ത ചെറുപ്പക്കാർ പോലീസുകാരെ ആക്രമിച്ചപ്പോൾ CRPF ചെറുതായി ഇന്ന് ബലപ്രയോഗം നടത്തിയത് മഹാപരാധം എന്ന് പറയുന്നത് ഇതേ ആളുകളാണ്. ഇറാനിലെ കൂട്ടക്കൊലയെ ന്യായീകരിക്കുന്ന, ടിയാനൻമെനിലെ സ്ക്വയറിലെ കൂട്ടക്കൊലയെ ന്യായീകരിക്കുന്നവർ ചെറിയൊരു ബലപ്രയോഗം ഡൽഹിയിലുണ്ടായതിനെ പർവ്വതീകരിക്കുന്നു. ഇവിടുത്തെ മാധ്യമങ്ങളാവട്ടെ ഒരൊറ്റ അക്രമം പോലും, ഇന്ന് മനോരമയിൽ ഒരു പോലീസ് ജീപ്പ് മറിച്ചിടുന്ന ഫോട്ടോ വന്നിട്ടുണ്ട് സമരം തീർന്നപ്പോൾ. മനസ്സിലായില്ലേ? ഇതൊരു നറേറ്റീവ് ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ ജനാധിപത്യം ഉണ്ട്. ജനാധിപത്യം ഉള്ളത് കൊണ്ടാണ് ആ പെൺകുട്ടിക്ക് പോലീസ് വാഹനം മുംബൈയിൽ തടഞ്ഞു നിർത്താൻ പറ്റുന്നത്. ചൈനയിലാണെങ്കിൽ അത് കയറിപ്പോകുമായിരുന്നു, അല്ലേ? ജനാധിപത്യം ഇന്ത്യയിൽ ഇല്ല എന്ന് ആരാണ് പറയുന്നത്? ജനാധിപത്യം ഉണ്ട്. ഇന്ത്യയിൽ ജനാധിപത്യമുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാൻ മോദിക്ക് പറ്റി. പക്ഷേ വേറെ കാര്യമുണ്ട്. യോഗേന്ദ്ര യാദവിനെ പോലെയുള്ള, അരുന്ധതി റോയിയെ പോലെയുള്ള, കേരളത്തിലെ രഞ്ജിനി ഹരിദാസിനെ പോലെയുള്ള ആളുകൾ വിദ്വേഷം വമിപ്പിച്ച് പുറത്ത് നടക്കുകയാണ്. പിടിച്ചകത്തിടണം. യോഗേന്ദ്ര യാദവ് എന്താ പറഞ്ഞത്? സൻസദ് ഒന്നും വേണ്ട, പാർലമെന്റ് ഒന്നും വേണ്ട, ഇനി തെരുവിൽ തീരുമാനിക്കും. അക്രമത്തിനുള്ള ആഹ്വാനമല്ലേ? ഇയാളെ അറസ്റ്റ് ചെയ്ത് UAPA ചുമത്തി അകത്തോട്ടിട്ടാൽ എന്ത് സംഭവിക്കും? ഒരു പുണ്ണാക്ക് സംഭവിക്കത്തില്ല. മോദി സർക്കാർ അത്തരം കാര്യങ്ങളിൽ ഉദാര നിലപാടിൻ്റെ അങ്ങേയറ്റമാണ്.
എത്ര കാലമായി യോഗേന്ദ്ര യാദവിനെ പോലെയുള്ള സോ കോൾഡ് ക്രിമിനൽ ആളുകൾ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ആഹ്വാനങ്ങളുമായി നടക്കുന്നു? ഇനി പാർലമെന്റ് വേണ്ട, തെരുവിൽ തീരുമാനിക്കും എന്ന് പറഞ്ഞാൽ പരസ്യമായ കലാപാഹ്വാനമാണ്. പിടിച്ചകത്തിടാൻ എന്തുകൊണ്ട് നരേന്ദ്രമോദിക്ക് കഴിയുന്നില്ല, അമിത്ഷായ്ക്ക് കഴിയുന്നില്ല? ഈ ചോദ്യം വളരെ പ്രധാനമാണ്. സർക്കാർ ഇത് സമരം പിൻവലിക്കുന്ന പ്രധാന രാജി ആവശ്യപ്പെട്ടത്, രാജി വെപ്പിച്ചതിനെ അംഗീകരിക്കുമ്പോൾ തന്നെ ഇത്തരം ചില വീഴ്ചകളുണ്ട്. ഈ വീഴ്ചകൾ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ഏതായാലും കർഷക സമരം തുടർന്ന് ദില്ലിയിൽ ട്രാക്ടറുകൾ ഓടിച്ചു വന്ന അവർ എത്ര പേർക്കെതിരെ കേസെടുത്തു? എത്ര പേർ ജയിലിലുണ്ട്? UAPA ചുമത്തുകൂടായിരുന്നോ? രാജ്യ തലസ്ഥാനത്താണ് കുറേ ട്രാക്ടറുകൾ ഓടിച്ച് വലിയ അരാജകത്വം ഉണ്ടാക്കിയത്. ഇത്രയും മൃദു സമീപനം സർക്കാർ എടുക്കേണ്ട കാര്യമുണ്ടോ? കോൺഗ്രസ് സർക്കാരാണ് എടുക്കുമായിരുന്നോ? സമരം ചെയ്യുന്ന BJP ആണെങ്കിൽ വെടിവെക്കുമായിരുന്നു. അയോധ്യയിലെ കർഷകരെ വെടിവെച്ച് കൊന്നില്ലേ? എത്ര എണ്ണത്തിന്? ഈ മുലായം സിംഗ് യാദവ് എന്ന് പറയുന്ന അഖിലേഷിൻ്റെ അപ്പൻ, ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് ദില്ലിയിൽ എത്ര സിഖുകാരെ കൊന്നത്? ആയിരക്കണക്കിന്. പഞ്ചാബിൽ ഇപ്പോൾ സത്ലജ് എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് മൂടി വയ്ക്കപ്പെട്ട കഥ പുറത്തു വന്നില്ലേ? 25,000-ഓളം ചെറുപ്പക്കാരെയാണ് കൊന്നു കുഴിച്ചു മൂടിയത്. ഇപ്പോൾ അത് ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വരികയാണ്. പക്ഷേ മോദി കൊന്നു കുഴിച്ചു മൂടണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ രാജ്യത്തിൻ്റെ സ്ഥിരതയെ അട്ടിമറിക്കാൻ തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു കുമുഷ്ടി പ്രയോഗിക്കണം. കുട്ടികൾക്ക് നേരെയല്ല, കുട്ടികൾ അവർ പോട്ടെ, പക്ഷെ കുട്ടികളുടെ ഭാവത്തിൽ അക്രമകാരികൾ വന്നാൽ അവരെ കൈകാര്യം ചെയ്യണം. യോഗേന്ദ്ര യാദവ് മുതൽ രഞ്ജിനി ഹരിദാസ് വരെയുള്ള ആളുകൾ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ UAPA ചുമത്തണമെന്നേ, ചുമത്തി അകത്തിട്ടണം. പിന്നെ അവർ കോടതിയിൽ പോയി ജാമ്യം എടുത്ത് ഊരിപ്പൊക്കോട്ടെ. എന്നാലും പണി കിട്ടുമെന്ന് പറഞ്ഞാൽ ഒറ്റത്തവണ മാത്രമേ അതിന് മുതിരുള്ളൂ. പക്ഷെ അക്കാര്യത്തിൽ എനിക്ക് ആ വാക്ക് ഉപയോഗിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. പരാജയമാണ് മോദി സർക്കാർ എന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. മോദി ഇത്രയും ഉദാരമതി ആവേണ്ട കാര്യമില്ല. മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, നിങ്ങൾ കണ്ടതാണ്. പ്രധാനമന്ത്രി മോദി ഇച്ചിരിയെങ്കിലും ഫാസിസ്റ്റ് ആകുമോ എന്ന്. ഇങ്ങനെ അഴിച്ചുവിടാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് സർക്കാരിന് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നടക്കണം. ഇത് മുതലെടുത്ത് ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്ന BJPയുടെ പ്രകടന പത്രികയുടെ മാനിഫെസ്റ്റോയുടെയും ഐഡിയോളജിയുടെയും ഭാഗമായി നടപ്പാക്കുന്ന കാര്യങ്ങളെ അട്ടിമറിക്കാനുള്ള അവസരമാക്കിയിട്ടാണ് ഈ സമരം സംഘടിപ്പിച്ചതും അതിന് പിന്തുണ കൊടുത്തത്. അത് ആ കെണിയിൽ വീഴാതെ പാർലമെൻറ്റ് സമ്മേളനം സുഗമമായി നടത്തി ഈ തീരുമാനങ്ങൾ, ഈ ബില്ലുകൾ പാസ്സാക്കിയെടുക്കുക എന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ നിർണായകമാകുന്ന തീരുമാനങ്ങളാണത്. അതിനു വേണ്ടിയിട്ടാണ് സർക്കാർ ഒന്ന് കീഴടങ്ങിയത്. പക്ഷെ കീഴടക്കമായിട്ട് ഞാൻ കരുതുന്നില്ല. ഞാൻ പറയുന്നത് ചില കാര്യങ്ങൾ കുഴപ്പമുണ്ട്. സർക്കാരിനെതിരെ കലാപം ഉണ്ടാക്കാം, പ്രധാനമന്ത്രിയെ വരെ എന്തും ചെയ്യാം, വഴിയിൽ തടയാം, തെറിവിളിക്കാം, കൊല്ലുമെന്ന് പറയാം എന്നൊക്കെ ചെയ്യുന്നവരോടുള്ള മൃദു സമീപനം കേന്ദ്രം മാറ്റണം, BJP മാറ്റണം, മോദി മാറ്റണം, അമിത്ഷാ മാറ്റണം. ഇല്ലെങ്കിൽ ഇപ്പം തന്നെ മീഡിയ പണ്ടൊക്കെ പറയാണ് അടുത്ത ജനതാ പാർട്ടി ഉണ്ടായിരിക്കുന്നു, E20 ജനതാ പാർട്ടി, ഇനി 100 കണക്കിന് വാഹന ഉടമകളുണ്ട്, ഇവരെല്ലാം കൂടെ ജന്തർ മന്ദറിലേക്ക് വരും. സ്വപ്നം കാണുകയാണ് ഇസ്ലാമിസ്റ്റുകൾ. ഓരോ മന്ത്രിയുടെയും രാജിക്ക് വേണ്ടി വരും. പക്ഷേ അതൊന്നും വിദ്യാർത്ഥികൾ ആയിരിക്കില്ല. വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് അടുത്ത തലമുറയാണ്. അവരെ BJPക്ക് ആവശ്യമുണ്ട്, മോദിക്ക് ആവശ്യമുണ്ട്. അല്ലാതെ രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ E20 തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ചെന്നാൽ വാങ്ങിച്ച് കൂട്ടത്തേ ഉള്ളൂ. ഏതായാലും ഇതാണ് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൂടുതൽ ജാഗ്രത വേണം. സർക്കാരിൻ്റെ സംവിധാനങ്ങളെ കൂടുതൽ സജ്ജമാക്കണം. ഇൻ്റലിജൻസ് വീഴ്ച എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല. നമ്മൾ അജിത് ഡോവലിൻ്റെയൊക്കെ പേര് പറഞ്ഞിട്ട് ഇന്ത്യൻ ജെയിംസ് ബോണ്ട് എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുന്നുണ്ട്. പക്ഷേ എവിടെയോ എന്തോ ഒരു കുഴപ്പമുണ്ട്. ആ കുഴപ്പം ഇത്ര വലിയ ഒരു വീഴ്ചയിലൂടെ, സെറ്റ് ബാക്കിലൂടെ കേന്ദ്ര സർക്കാർ പഠിക്കുമെങ്കിൽ, മനസ്സിലാക്കുമെങ്കിൽ, തിരുത്തുമെങ്കിൽ ഈ സമരം നന്നായില്ലേ? മോദിക്കും അമിത്ഷായ്ക്കും ചില കാര്യങ്ങളിൽ തങ്ങളുടെ നിലപാടുകൾ മാറ്റാൻ സഹായിക്കുമെങ്കിൽ അഭിജിത് ദീപ്കയ്ക്ക് നന്ദി പറയണം.
സോനം വാങ്ചുക്കിന് നന്ദി പറയണം, ധർമ്മേന്ദ്ര പ്രധാനും നന്ദി പറയണം. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാൻ്റെ കാര്യത്തിൽ ഞാൻ കടലിൻ്റെ കാര്യം വീണ്ടും പറയും. കടൽ ഇറങ്ങിപ്പോയി എന്ന് കരുതി ആരും കടൽ ഇല്ലാതായി എന്ന് കരുതണ്ട. കടൽ തിരിച്ചു വരും. അതുപോലെ ഇപ്പോൾ ഒരു ക്ഷീണം ഉണ്ടായി കാണും, പക്ഷേ അത് കടൽ പോലെയാണ്, തിരിച്ചു വരും. ഇതാണ് എനിക്ക് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയെക്കുറിച്ച് പറയാനുള്ളത്. ഭയമൊന്നും വേണ്ടെന്നേ, ജാഗ്രത മതി, ജാഗ്രത മാത്രം മതി. നമ്മുടെ ചാനൽ കാണുന്നവർ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണേ.